നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ് കേട്ടോ. എനിക്ക് 2026 നവംബർ 13 ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഒരു വർഷമായിട്ട് ത്രിമധുരം ചാനലിൽ വരുന്ന എല്ലാ കൃഷ്ണാനുഭവങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഒന്ന് രണ്ട് കൃഷ്ണാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത്, അതായത് 2025 നവംബർ 13 ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഞാനും എൻ്റെ ചേച്ചിയും വല്യമ്മയുടെ മകളാണ് ഒരുമിച്ച് ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ കോഴിക്കോടാണ്. അങ്ങനെ കോഴിക്കോട് നിന്നും കുറ്റിപ്പുറത്തേക്ക് ട്രെയിനിൽ പോയി. അവിടുന്ന് ബസ്സിൽ ഗുരുവായൂരിലേക്ക് പോകാമെന്ന രീതിയിൽ പുറപ്പെട്ടു. 2 ദിവസം ഗുരുവായൂരിൽ താമസിച്ച് കണ്ണനെ കാണണം എന്ന ആഗ്രഹത്തിലാണ് പോകുന്നത്. എനിക്ക് 56 വയസ്സാണ്. 2 സർജറിയൊക്കെ കഴിഞ്ഞ ആളാണ്. എനിക്കാണെങ്കിൽ വെയിറ്റ് അങ്ങനെ എടുക്കാനൊന്നും വയ്യ. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ബാഗിലാക്കി പോകാൻ പുറപ്പെട്ടു. ബാഗിനാണെങ്കിൽ ഭയങ്കര ഭാരം. അതും തൂക്കി എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് ഓട്ടോയിലാണ് കേട്ടോ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ണനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. കണ്ണാ, കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയ ഈ ബാഗും തൂക്കി ഞാൻ എങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ എത്തും കണ്ണാ? നീ എൻ്റെ കൂടെ ഉണ്ടാവണേ കണ്ണാന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി ഉച്ചയ്ക്ക് 1:30 കുറ്റിപ്പുറത്തിറങ്ങി. ബാഗ് എടുത്ത് എനിക്ക് നടക്കാനാവുന്നില്ല. ഞങ്ങൾ അങ്ങനെ ബാഗും എടുത്ത് പ്ലാറ്റ്ഫോമിലുള്ള ഒരു ബെഞ്ചിലിരുന്നു. പെട്ടെന്ന് 18 വയസ്സ് പ്രായമുള്ള നല്ല വെളുത്ത, അധികം തടിയൊന്നുമില്ലാത്ത നല്ല ഉയരമുള്ള ഒരു മോൻ എൻ്റെ അടുത്ത് വന്നു. ചേച്ചി, ഞാൻ ബാഗ് പിടിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ബാഗും എടുത്ത് മേൽപ്പാലത്തിലേക്കുള്ള സ്റ്റെപ്പ് കയറി വേഗം നടന്നു. എനിക്കാണെങ്കിൽ സ്റ്റെപ്പ് സ്പീഡിൽ കയറാൻ വയ്യ. എൻ്റെ ബാഗും കൊണ്ട് ആ കുട്ടി പോയല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എനിക്ക് പറ്റുന്നത് പോലെ വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ ആ കുട്ടി എൻ്റെ ബാഗും പിടിച്ച് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ ആ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ മോനോട് ഞാൻ ചോദിച്ചു, മോൻ്റെ പേരെന്താ, വീട് എവിടെയാന്നൊക്കെ. അപ്പം മോൻ പറഞ്ഞു, പേര് അതുൽ കൃഷ്ണ എന്നാണ്, കുന്നംകുളത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ മോനെ കാണുന്നില്ല. ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്ന് വിചാരിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ എവിടെയും കാണുന്നില്ല ആ കുട്ടിയെ. എൻ്റെ സങ്കടം കണ്ടു വന്നത് കണ്ണൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി 2 ദിവസം താമസിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ണനെ കണ്ട് തൊഴാനും കണ്ണൻ്റെ പ്രസാദം ഇട്ട് കഴിക്കാനും ഒക്കെ സാധിച്ചു. എല്ലാം ആ പൊന്നുണ്ണി കണ്ണൻ്റെ അനുഗ്രഹമാണ്. സാറിൻ്റെ ശബ്ദത്തിൽ ഈ അനുഗ്രഹം പറഞ്ഞു കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇതിലും വലിയൊരു അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതൊരു പിന്നെ ഉള്ള ഒരവസരത്തിൽ പറയാം. ഹരേ കൃഷ്ണ. ഇതൊരു ചെറിയ അനുഭവമല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ്, എവിടുന്നാണ് സഹായം വന്നതെന്ന് നമ്മൾ പോലും അറിയില്ല. നമ്മൾ അത്ഭുതപ്പെട്ട് നിന്ന് പോവും. ഇതാരയച്ചതാണ്, എങ്ങനെയാണ്, ഇതിങ്ങനെയല്ലാലോ സംഭവിക്കാൻ സാധ്യത, എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വരാൻ സാധ്യത ഇല്ലാലോ എന്ന് നമ്മൾ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. ആരും സഹായിക്കാനില്ലാതെ കാത്തു നിൽക്കുമ്പോൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അമ്മമാരെ സഹായിച്ചു. അതും ഗുരുവായൂരിലേക്കാണ് യാത്ര. അപ്പം ആരും വരാതിരിക്കില്ലല്ലോ. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് പൂന്താനത്തിൻ്റെ കഥയാണ് കേട്ടോ. പൂന്താനം കാട്ടിലൂടെ പോകുമ്പോൾ കൊള്ളക്കാരുടെ നടുവിൽ പെട്ട് ഉറക്കെ വിളിച്ച് കരഞ്ഞില്ലേ ഭഗവാനെ. അപ്പോൾ ആരുടെ രൂപത്തിലാണ് വന്നത്? സാമൂതിരിയുടെ പടനായകനായ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ. അങ്ങനെ ദൂരേന്ന് കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലേ? ആ മങ്ങാട്ടച്ഛൻ വന്നിട്ട് പൂന്താനത്തിനെ രക്ഷിച്ച കഥ എനിക്ക് അമ്മ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇങ്ങനെ മുഴങ്ങാണ്. അമ്മ ഇങ്ങനെ കഥ പറയുമ്പോൾ ആ കുളമ്പടിയുടെ ശബ്ദം രാത്രി ഇങ്ങനെ ആ ഒരു ശബ്ദത്തിൽ മങ്ങാട്ടച്ഛൻ ഇങ്ങനെ വരുന്നതും പൂന്താനത്തെ രക്ഷിക്കുന്നതും പിന്നീടുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയാലല്ലേ. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ഈ അമ്മ പറഞ്ഞതും. സഹായത്തിന് ആരുമില്ല എന്ന് ഇരിക്കുമ്പോൾ ഭഗവാൻ വരും കേട്ടോ, വരും, ഒരു സംശയമില്ല. പക്ഷേ നിഷ്കളങ്കമായ ഭക്തിയായിരിക്കണം. ആരെയും ഒന്നും ദോഷം വിചാരിക്കാത്ത ഭക്തിയായിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് 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 നിർബന്ധമാണ്. അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ അല്ലാത്തവരുടെ അടുത്ത് ഭഗവാൻ ഉണ്ടാവില്ല, ഒരു സംശയമില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ലതായിരിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നും പറയാനില്ല. ഈ കൂട്ടത്തിൽ പൂന്താനത്തിൻ്റെ ആ കഥ കുറച്ച് പറയാൻ പറ്റിയതിൽ അതൊരു സന്തോഷം. അതങ്ങനെയാണ്. ചിലതിങ്ങനെ മുഴങ്ങും നമ്മുടെ മനസ്സിലും. ചെറുപ്പത്തിലേ കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു തന്നപ്പോൾ കഥകൾ പറഞ്ഞു തന്നത് ഇപ്പോഴും അങ്ങനെ ഓർമ്മയുണ്ട്, പല പല കഥകളായിട്ട്. ഇപ്പോൾ അതൊക്കെ ഗോവിന്ദന് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ട് ഞാനിങ്ങനെ ആസ്വദിക്കും. എന്താ കഥ അല്ലേ, എന്താ സുഖം. മക്കൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇത്തരം അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും കേട്ട് വളരട്ടെ എന്നുള്ളത് തന്നെയാണ് സന്തോഷം. ഇപ്പം തന്നെ നമ്മൾ ആത്മീയതയിലേക്ക് പുതിയ ജൻസി കുട്ടികൾ കടന്നു വരുന്ന ആ ഒരു കാഴ്ച നന്ദഗോവിന്ദം ഭജൻസിലൂടെയും പിന്നെ വരാഹി ഭജൻസിലൂടെയും ഇപ്പം അങ്ങനെ ഒരുപാട് ഭജൻസൊക്കെ
നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളും സുകൃതം ചെയ്തവർ തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും പറയാനില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. ജോയിൻ ബട്ടണിലൂടെ വരിക. സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു.